നമസ്കാരം. വിജയ് ഹസാരെ ട്രോഫി 2025-26 മത്സരങ്ങൾ ഇന്ന് ബുധനാഴ്ച ഡിസംബർ 24-ന് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്തെ വിവിധ സ്റ്റേഡിയങ്ങളിലായി 38 ടീമുകൾ ഇന്ന് കളത്തിലിറങ്ങും. എലൈറ്റ് വിഭാഗത്തിൽ കേരളം ഉൾപ്പെടെ 16 ടീമുകളും പ്ലേറ്റ് ലെവലിൽ 9 ടീമുകളുമാണ് എത്തുന്നത്. മത്സരങ്ങൾ രാവിലെ 9-ന് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. കേരളം ഗ്രൂപ്പ് എയിൽ ത്രിപുരയിലാണ് നേരിടുന്നത്. അഹമ്മദാബാദിലെ ഗുജറാത്ത് കോളേജ് ഗ്രൗണ്ടിലാണ് വേദിയായി ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ T20 സൂപ്പർ താരം സഞ്ജു സാംസൺ കേരളത്തിനായി കളത്തിലിറങ്ങുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുംബൈക്ക് വേണ്ടി രോഹിത് ശർമ്മയും ഡൽഹിക്ക് വേണ്ടി വിരാട് കോഹ്ലിയും തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾ ഇന്ന് അണിനിരക്കുമെന്നതൊരു പ്രത്യേകത കൂടിയാണ്. രോഹൻ കുന്നുമൽ നയിക്കുന്ന കേരള ടീമിൽ സൽമാൻ നിസാർ, വിഷ്ണു വിനോദ്, മുഹമ്മദ് അസറുദ്ദീൻ, വിഘ്നേഷ് പുത്തൂർ തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട് എന്നത് പ്രത്യേകതയാണ്. അഹമ്മദ് ഇമ്രാൻ, അഭിഷേക് ജയ് നായർ, കൃഷ്ണപ്രസാദ്, അഖിൽ സ്കറിയ, അഭിജിത് പ്രവീൺ, ബിജു നാരായണൻ, അങ്കിത് ശർമ്മ, ബാബ അപരാജിത്, നിതീഷ് കെ, ഷറഫുദ്ദീൻ എൻ.എം, ഈഡൻ ആപ്പിൾ ടോം എന്നിവരാണ് ടീമിലെ മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങൾ. സഞ്ജു, കോഹ്ലി, രോഹിത് എന്നിവരുടെ ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ ടെലിവിഷനിൽ തത്സമയം കാണാനാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു ചെറിയ വിഷമമുണ്ട്. ടെലികാസ്റ്റ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഇല്ലാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഒരേ സമയം 19 മത്സരങ്ങൾ നടക്കുന്നതിനാൽ തിരഞ്ഞെടുത്ത മത്സരങ്ങൾ മാത്രമാണ് ഇവർ സംപ്രേഷണം ചെയ്യുക. അത് തിരഞ്ഞെടുത്തത് അവരുടെ ഇഷ്ടത്തിലാണ്. 2 വേദികൾ മാത്രമേ സംപ്രേഷണ സൗകര്യങ്ങൾ ആദ്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നേ ദിവസം വരെ അറിയിച്ചിട്ടില്ല. കേരളത്തിലെ മത്സരങ്ങളെല്ലാം തന്നെ അഹമ്മദാബാദിലാണ് അരങ്ങേറുന്നതെന്ന് അറിയുന്നു. ഇവിടെ ഇന്ന് നടക്കുന്ന പുതുച്ചേരി തമിഴ്നാട് മത്സരമുണ്ട്. രാജ്കോട്ടിൽ നടക്കുന്ന ഹൈദരാബാദ് ഉത്തർപ്രദേശ് മത്സരമുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ തത്സമയം സംപ്രേഷണമായി വരുന്നതെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 മാച്ചുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഡിസംബർ 29-ന് നടക്കുന്ന കേരള മധ്യപ്രദേശ്, ജനുവരി 6-ന് നടക്കുന്ന കേരള പുതുച്ചേരി മത്സരങ്ങളും സ്ക്രീനുകളിൽ കാണാനാകുമെന്നാണ് ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് വരുന്നത്. 15 വർഷത്തിന് ശേഷമാണ് കോഹ്ലി വിജയ് ഹസാരെ കളിക്കുന്നത്. 2010-ലാണ് അവസാനം കളിച്ചത്. 2018-ന് ശേഷം ആദ്യമായിട്ടാണ് രോഹിത് VHTയിൽ തന്നെ കളിക്കാൻ ഒരുങ്ങുന്നത് എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. ടൂർണമെന്റുകളിലെ ആദ്യ 2 റൗണ്ട് മത്സരങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് അറിയില്ല. രോഹിത് സിക്കിമിനും ഉത്തരാഖണ്ഡിനുമെതിരെ മുംബൈക്ക് വേണ്ടിയും ഒക്കെയാണ് കളിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോഹ്ലി ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനുമെതിരെ ഡൽഹിക്ക് വേണ്ടി ഡൽഹി ടീമിൽ ഉണ്ടാകും കോഹ്ലി എന്നും അറിയുന്നുണ്ട്. ഋഷഭ് പന്ത് ആണ് ഡൽഹിയുടെ നായകൻ. ഇന്ത്യൻ T20 ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം തിരിച്ചുപിടിച്ച ശേഷം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ തന്നെ ആദ്യ പരമ്പരയിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നതുകൂടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ദേശീയ ടീമിനായിട്ടല്ല, പകരം കേരളത്തിന് വേണ്ടിയാണ് എന്നുള്ളതും ഒരു എക്സ്ട്രാ സന്തോഷമാണ് എന്ന് തന്നെ പറയണം. ഇന്ന് ബുധനാഴ്ച ആരംഭിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയുമായുള്ള മത്സരത്തിൽ സഞ്ജു കളിച്ച് മുന്നേറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും നോക്കിക്കാണുകയാണ്. ദേശീയ ടീമിനൊപ്പം ഈ വർഷം നടന്ന മത്സരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് ഇപ്പോൾ തിരികെ പോകുന്നത്. അടുത്ത മാസം മുതലാണ് ഇനിയിപ്പോൾ ആരംഭിക്കാനിരിക്കുന്നത്. അതിൽ സഞ്ജുവിന്റെ കൂടുതൽ മുന്നേറ്റം നമുക്ക് അറിയാൻ സാധിക്കും.